ശ്രീനാരായണ ഗുരുവിന്റെ 163ാമത് ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന വർണ്ണാഭമായ ഘോഷയാത്ര ശിവഗിരിയെയും പരിസരങ്ങളെയും ഭക്തിയിൽ ആറാടിച്ചു. രാവിലെ ശാരദാമഠത്തിലും മഹാസമാധിയിലും പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം സ്വാമി അമൃതാനന്ദ വൈദിക മഠത്തിൽ ജപയജ്ഞത്തിന്റെ ദീപപ്രകാശനം നിർവഹിച്ചു. തുടർന്ന് സ്വാമി പ്രകാശാനന്ദ പതാക ഉയർത്തി. ശിവഗിരി ഭജൻ സംഘത്തിന്റെ സംഗീതാർച്ചനയ്ക്ക് ശേഷമായിരുന്നു ജയന്തി സമ്മേളനം. വൈകുന്നേരം 3 മണിയോടെ ഭക്തിനിർഭരമായ ഘോഷയാത്ര ശിവഗിരിക്കുന്നിൽ നിന്ന് നഗരപ്രദക്ഷിണത്തിന്
അത് പല തരത്തിൽ ഒഴുകിയെത്തുന്ന ഒരു മഹാസംഭരണിയാണ്. തീർച്ചയായും അങ്ങനെ ഒരു മഹാസംഭരണിയായ സാംസ്കാരിക മൂലധനം രൂപീകരിക്കപ്പെടണമെങ്കിൽ അതിന് ശക്തമായ ഒരു അടിത്തറ ആവശ്യമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
ണികളില്ലാത്ത ദ്വൈതമില്ലാത്ത മനുഷ്യത്വത്തിൻ്റെ ഒരുമയെക്കുറിച്ചുള്ള ഉദ്ഘോഷണമാണ് അദ്വൈത സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ആ അദ്വൈത സിദ്ധാന്തത്തെ ഏറ്റവും ലളിതമായി, ഏറ്റവും ദാർശനികമായി, ഏത് സാധാരണക്കാരൻ്റെയും മുന്നിൽ യുക്തിസഹമായി അവതരിപ്പിച്ച് ആത്മീയമായ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്ത മലയാളിയുടെ സ്വത്തിൻ്റെ പേരാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയാൻ സാധിക്കും. സാധാരണക്കാർക്ക് വായിച്ചാൽ വേണ്ടത്ര ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നോ എന്ന സംശയത്തെ ഇല്ലാതാക്കി അതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ദ്വൈതമില്ലാത്തൊരു സമൂഹത്തിന് വേണ്ടിയുള്ള അസുലഭമായ അനുഭവങ്ങൾ പ്രദാനം ചെയ്ത ഒരു വ്യക്തിത്വം. ഈ സംഭാവനയാണ് നമ്മുടെ സംസ്കാര രൂപീകരണത്തിന് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്ന് ഞാൻ കരുതുന്നു. ആത്മീയത ഭൗതികമായ നിരാസമാണോ? നമ്മുടെ ചുറ്റുപാടുകളിലും കാണുന്ന തിന്മകളെയും തെറ്റുകളെയും വിസ്മരിക്കുകയോ തമസ്കരിക്കുകയോ ചെയ്ത് കണ്ണടച്ചിരിക്കുന്ന ഒന്നാണോ? അതോ സമഗ്രമായ സാമൂഹ്യ വിമോചനത്തിൻ്റെ ദർശനം അതിൽ ബാധകമാണോ എന്ന ചോദ്യത്തിനും അദ്ദേഹം ഒരു ഉത്തരം നൽകിയിട്ടുണ്ട്. ആ ഉത്തരം ഇന്ത്യയിലെ പല ആളുകളും പല ദാർശനിക കവികളും നൽകിയിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യ ആകെ ആഞ്ഞടിച്ച ഭക്തി പ്രസ്ഥാനം എന്ന് സാഹിത്യത്തിൽ പിന്നീട് പേരിട്ട് വിളിച്ച റിനൈൻസൻസ്, ബിഫോർ റിനൈൻസൻസ് എന്ന് പറയുന്ന നവോത്ഥാനത്തിന് മുമ്പുള്ള നവോത്ഥാനം എന്ന് പറയാവുന്ന ഡിവോഷണൽ മൂവ്മെൻറ്റിൽ രാജ്യത്തെ ആകമാനം ഭക്തിയെ കൂടെ പിടിച്ച് ആ കാലത്തെ തെറ്റുകൾക്കെതിരായിട്ടുള്ള പ്രബോധനമായി ഭക്തികാവ്യങ്ങളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിക്കപ്പെട്ടു. ആ കൂട്ടത്തിൽ ആ ദർശനത്തെ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിലും അങ്ങേയറ്റത്തെ ദീർഘവീക്ഷണമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആത്മീയത കേവലമായ ജീവിതത്തിൻ്റെ ഭൗതിക നിരാസം അല്ല എന്നും നമ്മുടെ ജീവിതത്തിൻ്റെ തിന്മകളെയും തെറ്റുകളെയും ഇല്ലായ്മ ചെയ്യുവാനുള്ള സമഗ്രമായ വിമോചനത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രമാണെന്നും അദ്ദേഹം പറയുക മാത്രമല്ല സ്ഥാപിക്കുകയും ചെയ്തു. അതിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കാതിരുന്ന ഒരു സമൂഹം അവരെവിടെയാണ്, അവരാരാണ്, തങ്ങളുടെ സ്വത്വം എന്താണ്, ദൈവത്തെ കലാപത്തിൻ്റെ മൂല്യമാക്കി അവതരിപ്പിക്കുകയും ക്ഷേത്രങ്ങളുടെ സ്ഥാപനം നടത്തുകയും ചെയ്തതിൻ്റെയും കാട്ടാളത്തത്തിൻ്റെയും ലക്ഷണങ്ങൾ കാണിക്കുമെന്ന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ദീർഘവീക്ഷണം നടത്തിയത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന തോന്നലുകൾ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ഉണ്ടാകുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ പൊട്ടി വീഴുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ആ ഉദാഹരണങ്ങൾ ഇവിടെ പറയുന്നില്ല. തൻ്റെ നിലപാടുകളെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ചരിത്രത്തിൽ അവശേഷിക്കാൻ പാടില്ല എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് ആ ഉത്തമ ബോധ്യത്തെ കേരളത്തിലെ മലയാളി സമൂഹത്തിനും ലോകത്താകമാനമുള്ള അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ അദ്ദേഹം വിളംബരം തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. ആ വിളംബരവും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നമ്മെ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൻ്റെയോ ജാതിയുടെയോ വക്താവായി കാണരുത്. നാം മനുഷ്യകുലത്തിൻ്റെ ലക്ഷണങ്ങൾക്കും മനുഷ്യകുലത്തിൻ്റെ വിമോചനത്തിനും നന്മയ്ക്കും വേണ്ടിയുള്ള പൊതുവായ നിലപാട് സ്വീകരിക്കും. അതിനുവേണ്ടിയുള്ള ദാർശനിക അടിത്തറയ്ക്ക് വേണ്ടിയുള്ള മഠങ്ങൾ രൂപീകരിക്കുന്നതിൽ അദ്ദേഹം പങ്കുവച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഈ ദർശനങ്ങളെ നമ്മൾ യാന്ത്രികമായി സമീപിക്കുന്നതിന് പകരം നവോത്ഥാനം എന്ന വാക്ക് അയവിറക്കുന്നതിന് വേണ്ടിയുള്ളൊരു വാക്ക് മാത്രമല്ല, പഴയകാലത്ത് നടന്ന വിപ്ലവകരമായ അനുഭവങ്ങളെ അയവിറക്കിക്കൊണ്ട് അത് ആരാധനയോടുകൂടി ഭൂതകാലത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ മാത്രം നമ്മുടെ കടമകൾ അവസാനിക്കുന്നില്ല. ആരാധനയോടുകൂടി ഭൂതകാലത്തേക്ക് തിരിഞ്ഞു നോക്കുന്നത് പോലെ ഇന്ന് നമ്മുടെ കൺമുന്നിൽ കാണുന്ന തെറ്റുകളെയും തിന്മകളെയും എങ്ങനെ അഭിസംബോധന ചെയ്യണം എന്നുകൂടി നമുക്ക് ധാരണകൾ ഉണ്ടാകണം. ഇന്ന് കാണുന്ന തിന്മകളെ അഭിസംബോധന ചെയ്യാൻ ഗുരുവിൻ്റെ ദർശനം നമ്മളോട് എന്താണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്, ആ ദർശനത്തിൻ്റെ ശക്തി എങ്ങനെ പ്രതികരിക്കണമെന്നാണ് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത് എന്നുകൂടി ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് നവോത്ഥാനത്തിൻ്റെ ഉള്ളടക്കം ഏറ്റവും ശക്തിയായി സ്വീകരിക്കുന്ന ഒരു സമൂഹമായി മലയാളിക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. കേരളീയ നവോത്ഥാനത്തിൻ്റെയും കേരളീയ സംസ്കാര രൂപീകരണത്തിൻ്റെയും അടിത്തറ പാകിയ ഗുരുദേവൻ്റെ ദർശനങ്ങളെ ഇന്നത്തെ കാലത്തിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി അഭിസംബോധന ചെയ്യാൻ പഠിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ അതിന് മുൻകൈയെടുക്കേണ്ട മഠമാണ്, കേന്ദ്രമാണ് ഈ മഠം എന്നത്
വളരെ ആവേശത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതിനുള്ള ദീർഘവീക്ഷണവും അതിനുള്ള ഉത്തമമായ നേതൃത്വശേഷിയും പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നേറാൻ ഈ മഠത്തിന് സാധിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്കും ദർശനങ്ങൾക്കും മുന്നിൽ ശിരസ് കുനിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ശക്തിയോടുകൂടി മലയാളിയുടെ ഈ ഔന്നത്യം നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വർഷത്തെ ജയന്തി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി സന്തോഷപൂർവ്വം അറിയിക്കുന്നു. അതിനെ സിദ്ധരാമയ്യ 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതല്ലാതെ അടുത്ത കൊല്ലം മുതൽ ഗുരുദേവന്റെ ജീവചരിത്രവും സന്ദേശവും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ ഗതാഗത മന്ത്രിയായ MH റേവണ്ണ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിപ്പോയി, സോറി ക്ഷമിക്കണേ സാറേ, റവണ്ണ ആയിപ്പോലെ റേവണ്ണ. അപ്പം നമ്മൾ മലയാളത്തിൽ സംസാരിച്ച് അവർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാൻ അവരുടെ മാതൃഭാഷയിൽ ഞാനൊന്ന് ಸಂಸಾರಿಕಟ್ಟೆ. 163ನೇ ನಾರಾಯಣ ಗುರು ಜಯಂತಿಗೆ ಇಂದು ಶಿವಗಿರಿ ಮಠಕ್ಕೆ ಆಗಮಿಸಿದಂಥ ಸಾರಿಗೆ ಸಚಿವರಾದಂಥ HM ರೇವಣ್ಣನವರಿಗೆ ಇದು ಶಿವಗಿರಿ ಮಠದ ಆತ್ಮೀಯ ಸ್ವಾಗತ. ಅಷ್ಟು ಮಾತ್ರವಲ್ಲದೆ ಇಲ್ಲಿ ಮುಖ್ಯಮಂತ್ರಿಯವರ ಆತ್ಮೀಯರಾದಂಥ MLC ಗೋವಿಂದರಾಜ್ ಕೂಡ ಇಲ್ಲಿಗೆ ಬಂದಿದ್ದಾರೆ. ಅವರಿಗೂ ಕೂಡ 163ನೇ ನಾರಾಯಣ ಗುರು ಜಯಂತಿಯ ಪರವಾಗಿ ಆತ್ಮೀಯ ಸ್ವಾಗತವನ್ನು ಮಾಡ್ತಿದ್ದೇನೆ. വേദം മഹാമയമഹൗഷധം. അറിവിൻ്റെ മൂർത്തി പ്രണാമം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ 163ാം ആ വയസ്സിലേക്ക് കടക്കുന്ന ഈ പുണ്യദിനത്തിൽ ഭഗവാന്റെ പുണ്യ അപദാനങ്ങളെയാണ് എല്ലാ വേദികളിലും നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ആധ്യാത്മികമായ മഹത്വം, അവിടുന്ന് ഈ ലോകത്തിന് നൽകിയിട്ടുള്ള മഹത്തരമായ ത്യാഗസമ്പൂർണമായ കർമ്മ യാത്രകൾ, ഇതൊക്കെ നാം അയവിറക്കുന്നുണ്ട്. കെട്ടി ഇറങ്ങിയിരിക്കുന്നു നമ്മളുടെ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നമ്മളുടെ MLA അടക്കം ഇതത് പൂട്ടിക്കുന്നതിന് വേണ്ടി ഇവിടെ സമരം ചെയ്തതാണ്. MLA കൗൺസിലർമാർ എല്ലാവരും ജനങ്ങൾക്ക് വേണ്ടാത്ത, ഇവിടുത്തെ ജനപ്രതിനിധിക്ക് വേണ്ടാത്ത, ജനപ്രതിനിധികൾക്ക് വേണ്ടാത്ത, ലോകത്തിന് വേണ്ടാത്ത ഗുരു ഇത് പാടില്ല, ഇത് വിഷമാണ്, കൊന്നൊടുക്കും എന്ന് പറഞ്ഞതിനെ എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് ഈ ഗവൺമെന്റ് അതിനെ പുനഃസ്ഥാപിച്ചു കൊണ്ടുവരുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഈ വേദിയിലുണ്ട്. ഇന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ആ കഴിഞ്ഞ ഗവൺമെന്റ് പടിപടിയായി ഇതിനെ നിർത്തിക്കൊണ്ടുവരുവാൻ ഉള്ള തീരുമാനമെടുത്തു. അടുത്ത ഗവൺമെന്റ് ഇതാ വന്നിരിക്കുന്നു, ഞങ്ങളെല്ലാം നേരെയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. എല്ലാം നേരെയായിക്കൊണ്ട് കിടക്കാം. ഇത് വേണമോ എന്ന് നാം ചിന്തിക്കണം. ഗുരുവിൻ്റെ സന്ദേശങ്ങളെ പ്രാവർത്തിക്കുവാൻ ഞാനിത് പറയുമ്പോൾ ഒന്നുകൂടി ഓർക്കുകയാണ്. ഇക്കഴിഞ്ഞ നിയമസഭയിൽ നമ്മളുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിന് മുമ്പായി ശ്രീനാരായണ ഗുരുദേവന്റെ തത്വങ്ങളെ അദ്ദേഹം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അനവസ്ത്രാദി മുട്ടാതെ കൊടുക്കുവാൻ പോവുകയാണ് ഞങ്ങളുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഗവൺമെന്റ് ആദി, അന്നം വസ്ത്രം, ആദി എന്ന് പറഞ്ഞ കാര്യത്തിൽ ഗവൺമെന്റ് അത് അർത്ഥത്തിലെടുത്തു. ഒരു ഉദ്ദേശ ആദിയല്ല ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. ആദി എന്ന് പറയുന്നത് എല്ലാവരെയും കൊടുപ്പിക്കുക എന്നുള്ളതാണ്. ഇത് വേണോ വേണ്ടയോ? നമ്മൾ സഹോദരിമാർ, അമ്മമാർ ഇത് ചിന്തിക്കണം. ഇത് പാടില്ല. നമ്മളുടെ രാഷ്ട്രപിതാവ് പറഞ്ഞു ഇത് വേണ്ട, ഈ മദ്യം വേണ്ട. രാഷ്ട്രപിതാവിനും മഹാഗുരുക്കന്മാർക്കും വേണ്ടാത്ത, ലോകർക്കും വേണ്ടാത്ത ഈ പദ്ധതി ആർക്ക് വേണ്ടി നടപ്പിലാക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും ഗുരുവിൻ്റെ അവദാനങ്ങളെ പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ട
കാര്യം വിട്ടുപോകുന്നു. അവിടെ എല്ലാവരും കണ്ണടയ്ക്കുകയാണ്. ഇന്ന് രാവിലെ MLA വന്നപ്പോൾ ഇന്നലെ ഞാനൊരു അപകടമായി ഒരു CPM-ന്റെ നേതാക്കന്മാർ വന്നിരിക്കുക. സമരപന്തലിൽ നിന്നാണ് അവർ വന്നത്. CPM പാർട്ടിക്ക് പോലും വേണ്ടാത്ത കാര്യം ഇതെന്തിന് ഗവൺമെന്റ് നടപ്പിലാക്കുന്നു എന്ന് ചോദിക്കാതിരിക്കാൻ വയ്യ. നമ്മളുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ, അദ്ദേഹം വളരെ സാത്വികൻ, സാംസ്കാരികമായ നായകന്റെ മുൻപിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കാമോ എന്നും അദ്ദേഹം കൂടി ചിന്തിക്കേണ്ടതാണെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ശിവരി മഠത്തിന്റെ ജയന്തി സന്ദേശം ഗുരുദേവന്റെ 163ാമത് തിരുജയന്തി സാമോദത്തോടുകൂടി കൊണ്ടാടുകയാണ്. ചരിത്രത്തെ സ്വച്ഛമാക്കുവാനും സമൂഹത്തെ സമുദ്ധരിക്കുവാനും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റ കർണാടക മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യജിയുടെ പ്രത്യേക പ്രതിനിധിയായി ഇവിടെ എത്തിയിട്ടുള്ള കർണാടക ട്രാൻസ്പോർട്ട് മന്ത്രി അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. ഞാൻ എൻ്റെ പ്രസംഗം അധികം നീട്ടുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട മന്ത്രിക്കും MP ശ്രീ KC വേണുഗോപാലിനും ഇന്നലെ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകയുടെ ശവസംസ്കാരത്തിൽ ബാംഗ്ലൂരിൽ പങ്കെടുക്കേണ്ടതാണ്. ആദ്യമായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യജിയോട് ഒരു നന്ദി പറയാതിരിക്കാൻ ഒക്കില്ല. ഈ ചടങ്ങിന് പങ്കെടുക്കണമെന്ന് ശ്രീ KC വേണുഗോപാലും ഞാനും കൂടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പൂർണ്ണ മനസ്സോടെ പങ്കെടുക്കുകയും പ്രത്യേക വിമാനത്തിൽ ഇന്ന് രാവിലെ ഇവിടെ എത്താൻ വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരുന്നതാണ്. പക്ഷേ പെട്ടെന്നാണ് അവിടെ ഉണ്ടായ ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള ആ കൊലപാതകം, മാധ്യമപ്രവർത്തകരുടെ കൊലപാതകം. അത് വന്നതിനെ തുടർന്ന് അദ്ദേഹത്തിന് പോരാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹം ആ സ്പെഷ്യൽ ഫ്ലൈറ്റിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായ ശ്രീ HM റേവണ്ണെ മന്ത്രിയെ ഇന്ന് ഇങ്ങോട്ട് അയച്ചു. ആ കാര്യത്തിൽ ശിവഗിരി മഠവും ഈ സംസ്ഥാനത്തെ ജനങ്ങളും കർണാടക മുഖ്യമന്ത്രിയോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഓർമ്മകൾ ഇന്ന് ഗുരുദേവ ദർശനത്തിന്, ഗുരുദേവത്തിൻ്റെ കാഴ്ചപ്പാടിന് ഏറ്റവും പ്രസക്തി കൂടിയ ഒരു അവസരമാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ആളുകളെ കലഹിപ്പിക്കാനും അനാവശ്യമായ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി വിഭാഗീയത സൃഷ്ടിക്കാനും ബോധപൂർവമായ ശ്രമമാണ് ഇന്ന് രാജ്യത്തിൻ്റെ പല ഭാഗത്ത് നടക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. എന്താ നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി? നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി ഗുരുദേവൻ നൽകിയ ആ ഉപദേശം, ആ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. എല്ലാവരും അവരവരുടെ വിശ്വാസം, പക്ഷേ എല്ലാവരും ഒരുമയോടുകൂടി ജീവിക്കണം. ഇതാണ് ഗുരുദേവൻ നമുക്ക് ഉപദേശിച്ചു തന്നത്. അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അതിൻ്റെ പ്രസക്തി കൂടി വരികയല്ലാതെ കുറയത്തില്ല. 163ാമത് ജയന്തി ആഘോഷിക്കുമ്പോൾ ആ സ്മരണ നമുക്ക് പ്രസംഗങ്ങളിലോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളിലോ ഒതുക്കി നിർത്താതെ നമുക്ക് അത് ജീവിതത്തിൽ ഉൾക്കൊള്ളണം. നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും അത് ഉൾക്കൊള്ളണം. നമുക്ക് സമാധാനത്തോടെ, ശാന്തിയോടെ, പരസ്പര വിശ്വാസത്തോടെ നമുക്ക് ഒന്നിച്ച് മുമ്പോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് കൂട്ടായിട്ട് പ്രവർത്തിക്കാം എന്ന് മാത്രം പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇവിടെ കാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനം, ആദർശൻ്റെ തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഗ്ലോബലി എൻലൈറ്റഡ് എഡ്യൂക്കേഷൻ, അതിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഈ സഹായം നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ നൽകുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. श्री KC वेणुगोपाल जी, श्री संपत जी, श्री जॉय, बिंदु हरिदास, friends of media, ladies and gentlemen, he is not unable to attend this function. In place of him, I came here as a guest, but my name is Revalla
not Ravana. But our announcer said that I am not Ravana, Ravana. With that, I simply announce our Chief Minister's speech here on behalf of Karnataka. I feel I am blessed to participate in the 163rd birth anniversary celebrations of the great saint, social reformer and philosopher Sri Narayana Guru. I have also the devised privilege of having laid the foundation stone for the building of the Sri Narayana Dharma Sangam Trust Administrative Office. Whenever religion has changed in society, the reformist movement have brought dynamism into it. In this way, Buddha, Basava, Kanakadasa and such others have illustrated this example. Though Narayana Guru was in the Kerala, Tiruvallur in Tamil Nadu, Ambedkar in Maharashtra, Gandhiji in Gujarat, they and their teaching belong to this. The entry of untouchables into temples had indeed become a marriage, and untouchability was practiced to such an extreme extent that they could not come in front of the upper caste people. They could not walk on the roads. The women were condemned to walk topless. The treatment was so inhuman that untouchable woman protested against it by chopping off her own breasts and ending her life. Luckily, back now, these are past of forgettable history in Karnataka. Today, Kerala is a state with highest literacy and is land of progressive thinkers. The Narayana Guru movement was held in 4 phases. The first phase, social; the second phase, education; the third and religious; and the fourth was political. Generally, the entry into the temple plays an important role in the movement against untouchability. But Narayana Guru did not give much importance to it. He never exhorted people to enter the temples owned by the upper caste about their self-respect. The youth belonging to the backward classes like Billavas and Mogaviras are becoming victims of the communal victims reporting in coastal part of state. It is most unfortunate that many of them have lost their life. Narayana Guru's clarion let get education, be independent. These are all in Mangalore. We have given a chair in a university to study Narayana Guru's preachers. All these things are done by our Chief Minister Siddaramaiah ji. And I am thankful to you, one and all, for giving me the opportunity to attend this. I am happy to say our Venugopal ji is in charge of our Karnataka. Through him, I got the ministership. Today, I am taking the office in the evening by attending Narayana Guru's function here, 163rd day program here. By this, I will also follow. I am also belong to backward classes and commitment of the Narayana Guru's preachings. I will also take up this into my career. Thank you, one and all. കർണാടക മുഖ്യമന്ത്രിയുടെ പ്രതിനിധി ഗോവിന്ദരാജ്, ശ്രീമതി ബിന്ദു, ശ്രീ വി മുരളീധരൻ, വളരെ സമ്പൂജ്യമായിട്ടൊരു ചടങ്ങിന് വർത്തമാനകാലം അതിൻ്റെ സമസ്യകൾക്ക് നമുക്ക് നൽകുന്ന മറുപടി ഗുരുദേവ മാതൃക ലോകത്തുണ്ടായത് അരിവുപുറത്തായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാവുന്ന കാര്യമല്ല. അതുപോലെ തന്നെയാണ് വിദ്യ എന്ന് പറയുന്നത് മഹത്തരമായി. ഇന്നിപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റുകൾ സ്കോളർഷിപ്പുകളെ കുറിച്ച് ചിന്തിക്കേണ്ട കാലം. ആദ്യമായിട്ട് സ്കോളർഷിപ്പും ഫെലോഷിപ്പും ആരംഭിച്ചത് ആരാണ്? കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ. പാണാവള്ളി കർത്താവ് എന്ന് പറയുന്ന അവർണരെ, അന്നത്തെ കാലത്ത് അവർണർ എന്ന് പറഞ്ഞവരെ സംസ്കൃതം പഠിപ്പിക്കുന്ന ആ പാണാവള്ളി കർത്താവ് എന്ന് പറയുന്ന ഗുരുവിനെ 20 രൂപ വെച്ച് നൽകുകയും
കുട്ടികൾക്ക് 5 രൂപ വെച്ച് സ്കോളർഷിപ്പ് ചെയ്യുന്ന ആദ്യ സ്കോളർഷിപ്പ് പരിപാടി ആരംഭിച്ചത് ശ്രീനാരായണ ഗുരുദേവനാണെന്നുള്ളത് അഭിമാനപൂർവ്വം കേരളം ഉയർത്തിപ്പിടിക്കുന്ന കാര്യമാണ്. ഇന്നത്തെ നമുക്കെല്ലാവർക്കും അറിയാം, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാരാജ്യമാണിത് എന്ന് ശിവഗിരിയെക്കുറിച്ച് പറയുമ്പോൾ വർത്തമാനകാല നാട് നമ്മളോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ പ്രസംഗം മാത്രം പോല മനസ്സുകൊണ്ട് ജാതിക്കും മതത്തിനും അതീതമായി മാനവ സ്നേഹത്തിന് വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദങ്ങളിൽ നമ്മൾ പൂജിക്കേണ്ടതാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. 163 ജയന്തി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളോടൊപ്പം ഇവിടെ വർക്കലയിൽ ശിവഗിരിയിൽ നമ്മുടെ ബഹുമാന്യരായ അതിഥികളോടൊപ്പം എനിക്ക് ആശംസകൾ നേരുക എന്നുള്ള വളരെ ചെറിയ ചുമതലയാണുള്ളത്. കൂടിച്ചേർന്നത് തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതം എന്നതും ലോകത്തിൻ്റെ പുരോഗതി എന്നുള്ളതും. അത് നന്നായി കണ്ടെത്തിയതും അത് തൻ്റെ ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിച്ചതും തൻ്റെ കർമ്മമണ്ഡലത്തിൽ ആ വിധത്തിൽ അത്തരത്തിലുള്ള ഒരു പന്ഥാവ് വെട്ടിത്തെളിച്ചതുമായിട്ട് അങ്ങനെ കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കൂടും പാവം നൽകുന്നതിൻ്റെ ഉറവയായി അതിൻ്റെ ആരംഭം കുറിച്ചതും ശ്രീനാരായണ ഗുരുവാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. അദ്ദേഹം ഒരിക്കലും തൻ്റെ അനുയായികളെ, തൻ്റെ ഭക്തന്മാരെ, ഭക്തൻ എന്നൊരു പദപ്രയോഗം ഗുരു അങ്ങനെ നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ശ്രീനാരായണ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ അറിവ് എന്നത് വളരെ പരിമിതമാണ്. പ്രത്യേകിച്ചും എൻ്റെ പ്രായത്തിൻ്റെ കുറവ് കൊണ്ടുകൂടി അങ്ങനെ സംഭവിച്ചേക്കാം, എങ്കിൽ എന്നോട് ക്ഷമിക്കണം.